ഈ ശിശുക്ഷേമ സമിതിയില് അതിന്റെ അണ്ടറിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു 4-5 വർഷം, ഏതാണ്ട് ഒരു 4-5 വർഷമായിട്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരക്കുറവുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് ഒട്ടും തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യമല്ല. കാരണം നിരന്തരമായിട്ട് സംവിധാനത്തിന്റെ അവഗണന, സിസ്റ്റം ഫെയിലിയറിന്റെ ഒരു ഇരകളായിട്ട് മാറുന്ന കുഞ്ഞുങ്ങളാണ് അവിടുത്തെ കുഞ്ഞുങ്ങൾ. ശിശു കടത്തായാലും അതിനുശേഷം കുഞ്ഞുങ്ങളെ ആയമാർ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പോക്സോ കേസ് വന്നതായാലും അങ്ങനെയൊക്കെ വളരെ നൊട്ടോറിയസ്ലി പോപ്പുലറായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ശിശുക്ഷേമ സമിതിയിൽ ജീവിക്കുന്ന, അവരുടെ കീഴിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അത് ഈ സംസ്ഥാനത്തിന്റെ, ഈ സ്റ്റേറ്റിന്റെ കുഞ്ഞുങ്ങളാണ്. ഏറ്റവും അധികം കരുതലും നല്ല ഭക്ഷണവും സ്നേഹവും തണലും മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിൽ ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണോ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ആ രീതിയിൽ സംരക്ഷിക്കാനും അവരെ കരുതാനും ബാധ്യതപ്പെട്ട ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിന്റെ കീഴിലുള്ള കുഞ്ഞുങ്ങളെ അത് കുഞ്ഞുങ്ങളായി പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ആ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അവർക്കുണ്ടാകുന്ന ചെറിയൊരു ജലദോഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു ആരോഗ്യ പ്രശ്നം പോലും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടാണ് അത് ട്രീറ്റ് ചെയ്യാറുള്ളത്, അല്ലെ? ഒന്ന്, ഭക്ഷണം തന്നെയാണ് ആദ്യത്തെ മരുന്ന് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ലോകത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്രയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷിയായാലും അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും പഠന നിലവാരത്തിനെ സഹായിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ ഭക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കുഞ്ഞ് നന്നായിട്ട് വളർന്നു വരണമെങ്കിൽ അതിന് വേണ്ട ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആദ്യം അത് ഭക്ഷണം തന്നെയാണ്. പിന്നെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു കരുതൽ എന്ന് പറയുമല്ലോ, ബാക്കി തരത്തിൽ ആ കുഞ്ഞുങ്ങൾക്കുള്ള മാനസികമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക. അപ്പം ഇതിനെല്ലാം ടോട്ടലി ഫെയിലിയറായി മാറിയിരിക്കുകയാണ് ഈ ശിശുക്ഷേമ സമിതി. സത്യത്തിൽ ഈ ശിശുക്ഷേമ സമിതിയെ പിരിച്ചുവിട്ട് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു സിസ്റ്റം തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം തകർക്കുക, അല്ലെങ്കിൽ ആരോഗ്യം ഇല്ലാതാക്കുക, അതിന്റെ മാനസികാരോഗ്യം ഇല്ലാതാക്കുക, ശാരീരിക ആരോഗ്യം ഇല്ലാതാക്കുക. പിന്നെ എന്തിനാണ് ആ കുഞ്ഞുങ്ങളെ ആ സിസ്റ്റത്തിന്റെ അണ്ടറിൽ വീണ്ടും വീണ്ടും ഇട്ട് നമ്മൾ ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച് ആ കുഞ്ഞുങ്ങളുടെ ജീവിതമില്ല? ബെറ്റർ എന്താണ് നമുക്ക് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മന്ത്രി വീണ ജോർജിന്റെ കീഴിൽ വരുന്ന ഒരു വകുപ്പിന്റെ ഭാഗമാണ് ഈ ശിശുക്ഷേമ സമിതി അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ സിസ്റ്റം ഫെയിലിയറിന്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. സിസ്റ്റം ഫെയിലിയർ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തും പൂർണ്ണമായി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത ഒരു മന്ത്രിയുടെ കീഴിൽ തീർച്ചയായും വരുമ്പോൾ സ്വാഭാവികമായ അധപ്പതനം അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഈ സിസ്റ്റത്തിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ നമുക്കിവിടെ ഈ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ അടക്കമുള്ള സ്ഥാപനങ്ങൾ നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ശിശുക്ഷേമ സമിതി എല്ലാ തരത്തിലും ഇവരുടെ ഈ ഒരു തെറ്റായ ഒരു നടത്തിപ്പ്, ശരിയല്ലാത്ത നടത്തിപ്പ്, സിസ്റ്റം ഫെയിലിയറിനെ അഡ്രസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകണം. സിസ്റ്റം ഫെയിലിയർ എന്നുള്ളതാണ് വീണ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കുഞ്ഞുങ്ങളാണ്, ആരുമില്ലാത്തവരാണ്, രക്ഷിതാക്കൾ ഉപേക്ഷിച്ചു പോകുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം അതിൽ ഒരു ദിവസം പ്രായമായ കുട്ടികൾ മുതൽ ഉണ്ട് ഈ ശിശുക്ഷേമ സമിതിയിൽ എന്ന് അറിയാം. അവിടെയാണ് ഇപ്പം നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ചു കാലം മുൻപാണ് ആയയുമായി ബന്ധപ്പെട്ട ആയമാർ കുട്ടികളെ ഉപദ്രവിച്ചു എന്ന രീതിയിലൊക്കെ പരാതികളൊക്കെ ഉയർന്നിരുന്നു, കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആരുമില്ലാത്ത കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ആ സംവിധാനത്തിൽ ഒരു തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് അനിവാര്യമാണ്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.